നമസ്കാരം. തള്ളുവിന് അല്ലെങ്കിൽ നുണപ്രചരണങ്ങൾക്ക് കയ്യും കാലും വെച്ചിട്ട് ഇട്ടിരിക്കുന്ന പേരാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അത് അധികമാകില്ല. കാരണം നയതന്ത്ര ലോകം പോലും സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അവകാശവാദങ്ങൾ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുന്ന സൂപ്പർമാൻ പരിവേഷത്തിലാണ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. താൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആണവ യുദ്ധം തന്നെ നടക്കുമായിരുന്നു എന്നാണ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തൽ. 8 വിമാനങ്ങൾ വെടിവെച്ചിട്ട ഒരു മഹായുദ്ധം താൻ ഒറ്റയ്ക്ക് നിർത്തിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് ട്രംപ് തന്റെ പൊങ്ങച്ചം നിരത്തിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആണവ യുദ്ധം താൻ ഇടപെട്ട് നിർത്തി. ഇതുകൊണ്ടും തീർന്നില്ല, ഈ ഇടപെടലിന് പ്രശംസയും കിട്ടി. എവിടെയെന്ന് ചോദിക്കാൻ വരുന്നവരോടായി പറയാം, ട്രംപിന്റെ ചങ്കായ പാകിസ്ഥാനിൽ നിന്ന്. അത് ഇങ്ങനെയായിരുന്നു. പ്രസിഡന്റ് ട്രംപ് 10 ദശലക്ഷം ജീവനുകൾ, ഒരു പക്ഷേ അതിലധികവും രക്ഷിച്ചു എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. ലോകത്ത് 8 യുദ്ധങ്ങൾ താൻ പരിഹരിച്ചു എന്നും തായ്ലൻഡ്, കംബോഡിയ തമ്മിലുള്ള പ്രശ്നം വരെ താൻ സെറ്റിലാക്കിയെന്നും പറയുകയാണ്. ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഇന്ത്യ പേരിട്ട നീക്കത്തിന് പിന്നാലെ നടന്ന 4 ദിവസത്തെ ഏറ്റുമുട്ടലിനെയാണ് ട്രംപ് പരാമർശിക്കുന്നത്. 8 വിമാനങ്ങൾ വെടിവെച്ചിട്ടിട്ടും സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമെന്ന വക്കിലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ രൂക്ഷമായ യുദ്ധം താൻ വെറും 24 മണിക്കൂറിനുള്ളിൽ പരിഹരിച്ചു എന്നാണ് ട്രംപിന്റെ പക്ഷം. വ്യാപാര താരിഫുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് താൻ ഇന്ത്യയും പാകിസ്ഥാനെയും സമാധാനിപ്പിച്ചതെന്നും സമർത്ഥിച്ചു വെക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ ഇന്ത്യ പതിവ് പോലെ തന്നെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു മനുഷ്യനാണ് ഈ ട്രംപ്. ഒരു മൂന്നാം കക്ഷിയുടെയോ സഹായമില്ലാതെയാണ് ഇരു രാജ്യങ്ങളിലെയും സൈനിക മേധാവികൾ നേരിട്ട് സംസാരിച്ചാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് ഇന്ത്യ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മെയ് 10 മുതൽ വെടിവയ്പ് നിർത്താൻ തീരുമാനിച്ചത് ഉഭയകക്ഷി തീരുമാനമായിരുന്നു. ചുരുക്കത്തിൽ ട്രംപ് പറയുന്നത് പോലെ ഒരു അമേരിക്കൻ രക്ഷകൻ അവിടെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ത്യ എത്ര തവണ അടിവരയിട്ട് പറഞ്ഞതാണ്. എന്നാലും അത് മനസ്സിലാക്കുവാനോ അത് അംഗീകരിക്കുവാനോ ഉള്ള ഒരു മനസ്സോ ട്രംപിനില്ല. താൻ തൊട്ടതെല്ലാം പൊന്നാക്കി എന്നും എല്ലാ യുദ്ധങ്ങളും നിർത്തിയെന്ന് അവകാശപ്പെടുന്ന ട്രംപിന് ഒരു വിഷയം ബാക്കിയുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം മാത്രം അദ്ദേഹത്തിന് ഇതുവരെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യയും ഉക്രൈനും തമ്മിൽ കടുത്ത വിദ്വേഷമുണ്ട്. അത് മാത്രമാണ് എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരേ ഒരു യുദ്ധം. എങ്കിലും ഫ്ലോറിഡയിൽ നടന്ന ചർച്ചകൾ ഫലപ്രദമാണെന്നും റഷ്യ സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമാണോ എന്നാണ് ട്രംപിന്റെ പ്രതിനിധികൾ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര നീക്കങ്ങളെയെല്ലാം തന്റെ പോക്കറ്റിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ട്രംപിന്റെ ശ്രമം ഇത് ആദ്യമായിരുന്നില്ല. പക്ഷേ യുക്രൈൻ വിഷയത്തിൽ ഈ പോക്കറ്റിലാക്കൽ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം.